അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. നാളെ ഇവിടെ ജർമ്മനിയിൽ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് ആയിട്ട്, ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു രാത്രി 10 മണിയായി, എനിക്കിനി 10:30ക്കാണ് ട്രെയിൻ. ഇനിയും ഇവിടുന്ന് എനിക്ക് പോകാനുണ്ട് കുറച്ച് ദൂരം കൂടെ കേട്ടോ. അപ്പോൾ എന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് എന്നെ കൊണ്ടുവരാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ചെന്നാൽ എന്തായാലും ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാദേഴ്സ് ഡേക്കൊക്കെ ഞാൻ 12 മണിക്ക് വിഷ് ചെയ്യണത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എൻ്റെ മ്യൂസിക്കൊക്കെ വന്നിട്ട് അതാണ് പിന്നെ നിന്നോയത്. അപ്പോൾ ഞാൻ ഫാദേഴ്സ് ഡേയുടെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ വേഗം വോയിസ് ഓവർ കൊടുക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കലവില സൗണ്ടുകളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാദേഴ്സ് ഡേ ഈ പ്രാവശ്യം വിഷ് ചെയ്യാൻ ഭയങ്കര പെർഫെക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പോൾ 2-3 മാസമായിട്ട് ആൾ തന്നെയാണ് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണതും. അങ്ങനത്തെ ഞാനിവിടെ നിന്നിട്ട് പറയും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ നോക്കുന്നതും പിടിക്കുന്നതും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഫാദറാണെന്ന് പറയും. എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് നോക്കൂട്ടെ പിള്ളേരുടെ കാര്യമൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് എനിക്ക് തന്നെ ചില സമയത്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആളത് ക്ഷമയോടുകൂടി ഇരുന്ന് അങ്ങനെ പിള്ളേരുടെ കാര്യമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിള്ളേരുടെ കാര്യത്തിൽ നല്ല ക്ഷമയാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ ഭയങ്കര ഇതായി തോന്നാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫാദേഴ്സ് ഡേക്ക് വിഷ് ചെയ്യണം. ഫാദേഴ്സ് ഡേക്കൊക്കെ ഇങ്ങനെ ഹാപ്പി ഫാദേഴ്സ് ഡേ അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് വിഷ് ചെയ്യും. ഇതുപോലെ പിള്ളേരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഗിഫ്റ്റൊക്കെ കൊടുപ്പിക്കും കേട്ടോ. അത്രേ ചെയ്യാറുള്ളൂ, കൂടുതലൊന്നും ചെയ്യാറില്ല. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴാണ് രാത്രി 12 മണിക്ക് തന്നെ വിഷ് ചെയ്യണ, ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനത്തേക്ക് ഇതുണ്ടാവാറുള്ളൂ. ഈ പ്രാവശ്യം എനിക്ക് തോന്നി എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാനും വിഷ് ചെയ്യാനും ഒക്കെ പെർഫെക്റ്റ് ടൈമാണെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് ആവോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ എനിക്ക് ഫാദേഴ്സ് ഡേയുടെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം വോയിസ് ഓവർ കൊടുക്കാണ്ട് ഞാൻ വേഗം ഇങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. എന്നാലല്ലേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താവും, ഫ്ലവർ കൊടുക്കുമ്പോൾ എന്താവും, എങ്ങനെയാവും, സർപ്രൈസ് ആവാനൊന്നും വഴിയുണ്ടാവില്ല. എന്ത് എന്നുള്ള രീതിയിൽ ഉണ്ടാവുള്ളൂ. എന്നാലും എൻ്റെ ഈ കോലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നത്തെയും പോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വന്നതാണ്. ഇന്നാണെങ്കിൽ നന്നായിട്ട് ലേറ്റായി. ഇടയ്ക്ക് ഒരു ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നന്നായിട്ട് ലേറ്റായി. ഇപ്പം തന്നെ ഞാൻ പകുതി വഴി എത്തിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ 10 മണിയായി. അതെ, 10 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ കോലിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇതെന്താ കയ്യിൽ നിന്ന് എന്നോട് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വലിയ ഇതേതായിരുന്നു. പക്ഷെ അതിനപ്പോൾ ആൾ തന്നെ പറഞ്ഞേ എനിക്കറിയാം ഫാദേഴ്സ് ഡേ എൻ്റെ ഫ്ലവറായിരിക്കുമെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ ഇന്നേവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കത് മനസ്സിലായി. അതുകൊണ്ട് വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ 12 മണിയായിട്ട് ശരി. ഹാപ്പി ഫാദേഴ്സ് ഡേ. നട്ടപ്പാതിരയ്ക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ വിഷ് ചെയ്തുകൊണ്ട് തന്നെ കിട്ടിയതിന് വലിയ ഇതൊന്നും തോന്നിയില്ല. എന്നുള്ള രീതിയിൽ ഞാൻ വലിയ സർപ്രൈസ് ഒന്നും ആവില്ല. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.